അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളി പരിപാലിക്കാൻ അർഹതയാർക്ക? അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ പരിപാലകർക്കുണ്ടാകേണ്ടുന്ന ക്വാളിറ്റി ഗുണങ്ങൾ എന്തൊക്കെയാ? വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ്സലാ വആതസ്സകാ വലം യഖ്ശ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ആരൊക്കെ ആയിരിക്കണം പള്ളി പരിപാലിക്കാനുള്ളത്? മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാനുള്ളത് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനായിരിക്കണം. വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തെ കൊണ്ട് വിശ്വസിക്കുന്നവനായിരിക്കണം. വഅഖാമസ്സലാ, 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനായിരിക്കണം. വആതസ്സകാ, സക്കാത്ത് കൊടുക്കുന്നവനായിരിക്കണം. വലം യഖ്ശ ഇല്ലല്ലാഹ്, ഒരു പ്രതിസന്ധിയിലും അല്ലാഹുവിനല്ലാതെ വേറെ ആരെയും ഭയപ്പെടാൻ പാടില്ല. ആരെയും ഭയപ്പെടാൻ പാടില്ല അല്ലാഹുവിനല്ലാതെ. അങ്ങനെ ജീവിതത്തിൽ ഈ സൂക്ഷ്മത മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കല്ലാതെ അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ അർഹതയില്ല. അവൻ നിസ്കരിക്കുന്നവനായിരിക്കണം. ഇന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. പള്ളിയിൽ പരിപാലനം ഏറ്റെടുത്തിട്ട് മഹല്ലിൽ കമ്മിറ്റി കൂടിക്കൊണ്ട് ബാങ്ക് വിളിച്ച് അവിടെ ഇമാമത്ത് നടക്കുമ്പോഴും പള്ളി ഓഫീസിനകത്ത് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജമാഅത്തിന് വരാത്ത ആളുകൾ, അവരിപ്പോ ചില ആളുകൾ കമ്മിറ്റി കഴിയുമ്പോൾ നിസ്കരിക്കാൻ ഓടി വരും, ബാക്കിയുള്ളവരങ്ങ് വീട്ടിൽ പോകും. ഇവര് പള്ളി പരിപാലിക്കാൻ ഒരിക്കലും അർഹനല്ല. പള്ളി പരിപാലിക്കാൻ അർഹൻ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക്, ഇന്ന പള്ളി എന്നത് വേണമെന്നില്ല, ഏതെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവൻ. ഇനി പള്ളിയിൽ പോകാൻ പറ്റിയില്ലയോ, എവിടെയാണോ നീ ഉള്ളത് അവിടെ നിസ്കരിക്കുന്നവനായിരിക്കണം പള്ളി പരിപാലകൻ. അവർക്ക് മാത്രമേ പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റൂ.